ഈ കഴിഞ്ഞ ജൂണിൽ പുതിയ സർക്കാർ വന്നതിന് ശേഷം ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്നുള്ളൊരു പേരിൽ ഒരു വലിയ പ്രൊജക്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. അത് തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ പോലീസും ആഭ്യന്തര വകുപ്പും വിജിലൻസ് വകുപ്പുകളും ഇന്റലിജൻസ് ഏജൻസികളും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു വലിയ ഓപ്പറേഷൻ എന്നുള്ള രീതിയിലാണ് അത് തുടങ്ങിയേക്കുന്നത്. അത് തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഒരുപാട് അറസ്റ്റുകൾ നടക്കുകയും ഒരുപാട് ഇത്തരം സാധനങ്ങൾ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കഥകൾ നമ്മൾ ഓരോ ദിവസവും വാർത്തയായിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് ഇത് എത്രമാത്രം വ്യാപിച്ചിട്ടുണ്ട്, അതിന്റെ പോക്കറ്റ്സ് എന്തൊക്കെയാണ്, അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്, കുട്ടികൾ എത്രത്തോളം ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്നൊക്കെയുള്ള റിയാലിറ്റി നമുക്ക് നേരത്തെ അറിയാം. കുട്ടികളുടെ സ്കൂളുകളും കോളേജുകളും ഒക്കെ കേന്ദ്രീകരിച്ച് ഇത്തരം വ്യാപാരം നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇത് ഒരു പുരോഗമനപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ല മൂവ്മെന്റ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഡോക്ടർ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ, അതായത് എത്രത്തോളം ഇതൊരു വ്യക്തിപരമായ ഇഷ്യൂവോ അല്ലെങ്കിൽ ഒരു ആളുടെ പ്രശ്നമോ ഒരു കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നമോ ആയിട്ട് ചുരുക്കി കാണാനോ പറ്റില്ല. ഇതൊരു സാമൂഹികമായിട്ടുള്ള ഒരു അത്രയധികം വ്യാപിച്ച് കിടക്കുന്ന ഒരുപാട് ലെയേഴ്സ് ഉള്ള ഒരു ഇഷ്യൂ ആയിട്ട് തന്നെ നമുക്ക് കാണാം. ഇപ്പോൾ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ ഒക്കെ കണ്ട് ഒരുപാട് പരിചയമുള്ള ഒരാളെന്നുള്ള രീതിയിലെ ഈ മയക്കുമരുന്ന് വ്യാപനം എത്രത്തോളം വ്യാപ്തിയിലേക്ക് പോയിട്ടുണ്ട്, അതിന്റെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്? നമ്മളത് രണ്ടായിട്ട് കാണണം. നമ്മൾ ഒരു പൊതുസമൂഹമായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കും സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസും, ഇത് രണ്ടും വേർതിരിച്ച് നമ്മൾ കാണണം. പൊതുജനങ്ങളുടെ ഇടയിൽ വളരെ അവർക്ക് ഏറ്റവും യങ് കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങളെപ്പറ്റി നമ്മൾ ഏത് സമൂഹത്തിൽ ചെന്ന് സംസാരിക്കുമ്പോഴും അവരാദ്യമായിട്ട് പറയുന്നത് ഈ പ്രശ്നമാണ്, ലഹരി ഉപയോഗം. അപ്പോൾ അത് ഒരു കണക്കിന് അത് ദാറ്റ് മസ്റ്റ് ബി റിഫ്ലക്റ്റിംഗ് ദ റിയാലിറ്റി. അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇനീഷ്യേറ്റീവിൽ കണ്ടുപിടിക്കപ്പെടുന്നതിലൊന്നും അങ്ങനെ നോക്കുമ്പോൾ ഒരു അത്ഭുതമില്ല, പുതുമയില്ല, അത്ഭുതമില്ല. ഇത് എന്തുകൊണ്ട് ഇത്രകാലം ചെയ്തില്ല എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. ഇത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇതൊരു ഒരു ആസ്പെക്റ്റ് മാത്രം ആണ് അഡ്രസ്സ് ചെയ്യപ്പെടുന്നുള്ളൂ. നേരത്തെ മെല്ലെ പറഞ്ഞ മാതിരി ഇതിനൊരു സൊസൈറ്റലായിട്ടുള്ള ഒരു തലമുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ ഉപയോഗിക്കുന്ന വ്യക്തിയും കുടുംബവുമാണല്ലോ സഫർ ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് ഇതിൽ ഈ ഒരു സോഷ്യൽ ഫാക്ടേഴ്സും സൈക്കോളജിയും സൈക്കാട്രിയും ഒക്കെ ലിങ്ക് ചെയ്ത് വരുന്നത്. പൊതുവെ ഇതെല്ലാ രാജ്യങ്ങളിലും ഉള്ള ഒരു പ്രശ്നമാണല്ലോ. ഒരു രാജ്യത്തും ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റിയിട്ടുമില്ല. എന്നിരുന്നാലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എവിഡൻസിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സപ്ലൈ കുറയ്ക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇത് ക്രിമിനൽ ഒരു സംഭവമായതുകൊണ്ട് അത് കുറയ്ക്കാനുള്ള ബുദ്ധിമുട്ട് ആണ്. അതെ, ഇപ്പോൾ വേറെ എന്തിനെ മറച്ചു വെക്കാനാണെങ്കിലും അമേരിക്ക ചെയ്യുന്നതും വാർ അഗൻസ്റ്റ് നാർക്കോട്ടിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ബോട്ടുകളെ ബോംബിടലും പല രാജ്യങ്ങളിൽ പോയി ബോംബിടലും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ വ്യത്യാസമുള്ളത് ഏത് ടൈപ്പ് ഡ്രഗാണ്, അവൈലബിലിറ്റി ഏതാണ്, എന്താണെന്നുള്ളത്. അത് എത്രത്തോളം ബിക്കോസ് ഇറ്റ് ഈസ് അണ്ടർഗ്രൗണ്ട്, അത് റെഗുലേറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഇതേമാതിരി ചെറിയ ചെറിയ ആൾക്കാരെയൊക്കെ പിടിച്ചാലും അത് എത്ര കാലം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ദിസ് മസ്റ്റ് ബി ഒരു കൺസേർട്ടഡ് ഡ്രൈവ്. ഇത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും സപ്ലൈ വരും. സപ്ലൈയുടെ കാര്യം പറയുമ്പോൾ ആകെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പബ്ലിക് ഹെൽത്ത് സ്ട്രാറ്റജി താരതമ്യേന ഹാംലെസ് അല്ലെങ്കിൽ ഹാംഫുൾ അല്ലാത്ത മരുന്നുകൾ അല്ലെങ്കിൽ സബ്സ്റ്റൻസസിനെ ഡീക്രിമിനലൈസ് ചെയ്യലാണ് ഒരു വർക്കിംഗ് ആയിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ഒരു രീതി. ഇപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും എനിക്ക് തോന്നുന്ന അവസാനത്തെ സക്സസ് സ്റ്റോറി പോർച്ചുഗൽ എന്നാണ്. ഈ ലോ ലെവൽ പൊട്ടൻസി ഉള്ള ഇപ്പോൾ കാനബിസ് അങ്ങനത്തെ കഞ്ചാവ് അതൊക്കെ ഡീക്രിമിനലൈസ് ചെയ്തിട്ട് അവൈലബിലിറ്റി ലീഗലാക്കിയപ്പോൾ
അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും അഡിക്ഷനും മറ്റു കാര്യങ്ങളും ക്രൈമും എല്ലാം കുറഞ്ഞു വരുന്നതാണ് കാണുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഒരു ഇത് ഈ ഗവൺമെൻറ് ചെലവഴിക്കുന്ന എന്താ പറയുക ചിലവ് ഈ വിക്ടിംസിൻ്റെ റീഹാബിലിറ്റേഷനിലേക്ക് തിരിച്ചാൽ അതുകൊണ്ട് കാര്യമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പൊ സംഭവിക്കുന്നത് അതും കൂടി പ്രോഗ്രാമിന്റെ ഭാഗമാകണം. അപ്പൊ അവിടെയാണ് മറ്റേ ആസ്പെക്ട്, ഈ വ്യക്തി ഇത് ഉപയോഗിച്ചിട്ട് നിർത്തിയ ആളെ പുനരധിവസിപ്പിച്ച് കൊണ്ടുവരാൻ എന്താണ് പ്ലാൻ. അതൊരു എന്താ പറയുക സൈക്കോളജി സൈക്കാട്രി തലത്തിൽ ഒതുങ്ങാൻ പാടില്ല. ഇതിൻ്റെ റീഹാബിലിറ്റേഷൻ ഇതിൻ്റെ കൂടെ മാനസിക രോഗങ്ങളും മാനസിക പ്രശ്നങ്ങളും ഒക്കെയുള്ള ആൾക്കാരുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് ഗ്രൂപ്പ് തെറാപ്പി ആയിട്ടും ഇൻഡിവിജ്വൽ തെറാപ്പിയൊക്കെ ആയിട്ടും ഇതിന് ഉള്ളത്. പക്ഷേ അതല്ലാതെ സാമൂഹിക തലത്തിൽ ചെറുപ്പക്കാരെ ടാർഗറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ അവരുടെ ലൈഫ് മീനിങ് ഫുൾ ആക്കാനായിട്ടുള്ള എന്ത് ചെയ്യാൻ പറ്റും, അത് സസ്റ്റൈനബിളും ആയിരിക്കണം. അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അപ്പോൾ ലോ എൻഫോഴ്സ്മെൻറ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് ലോകത്തിലെല്ലാ ദിക്കിലൂടെ നമ്മളും കാണുന്നത്. അതാണ് ഇപ്പോൾ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ട് ഓഫ് യൂസേഴ്സ് ഹു ഓൾസോ ഡീൽ വിത്ത്. ഓക്കെ. അപ്പോൾ ഇവർക്കെല്ലാം വേറൊരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷനായിട്ട് വേറെ വ്യവസ്ഥകളില്ലെങ്കിൽ ഈ സപ്ലൈ കട്ട് ചെയ്യുന്നത് മാത്രം കൊണ്ട് മതിയാവില്ല. അപ്പോൾ ഗ്രഡേഷൻ ഉണ്ടാവണം. ഒക്കേഷണൽ യൂസേഴ്സിൻ്റെ നമുക്കറിയില്ല. ഇപ്പോൾ യൂത്തിൻ്റെ ഇടയിൽ റിക്രിയേഷണൽ യൂസ് ഇപ്പോൾ പലതരത്തിൽ പറയുമല്ലോ. അതായത് വീര്യം കുറഞ്ഞ മദ്യവും വീര്യം കൂടിയ മദ്യവും ഇപ്പൊ ചർച്ചയിലുള്ളത് കൊണ്ടും കൂടിയിട്ട് പറയാണ്. അങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് പിന്നെ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഇതൊക്കെ പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യമാണോ, അതോ ഇത്തരം തുടക്കങ്ങളെല്ലാം ഒരു വലിയ വിപത്തിലേക്ക് നയിക്കുകയാണോ ചെയ്യുക? രണ്ടു തരം കോൺസെപ്റ്റ്സ് ഉണ്ടല്ലോ. അതെ 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 നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് മറ്റേ വിഭാഗത്തിലാണ്. ലഹരി ഉപയോഗം കൊണ്ട് ജീവിതം സാരമായിട്ട് ബാധിച്ചിട്ടുള്ള അഫക്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് നമ്മൾ കാണുന്നുള്ളൂ. നമുക്കറിയാത്തത് എത്രത്തോളം പേര് പിന്നെ സോഷ്യൽ യൂസ് ഉണ്ട് എന്നുള്ളതാണ്. യൂത്തിൻ്റെ ഇടയിൽ എന്തായാലും എക്സ്പെരിമെൻറ്റേഷൻ ആണല്ലോ ഇതിൻ്റെയൊക്കെ തുടക്കം. നിഷിദ്ധമായിട്ടുള്ളത് ചെയ്ത് നോക്കാം, എല്ലാവരും ചെയ്യുന്നു അപ്പോൾ ഞാനും ചെയ്യുന്നു എന്നുള്ളത്. അതിലെത്ര പേര് സീരിയസ് പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ട് എന്ന് നമുക്കറിയില്ല. ഓക്കെ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇല്ല, അറിയില്ല. നമുക്ക് ചെറിയ ചെറിയ സ്റ്റഡികളുണ്ട്, പക്ഷെ ആധികാരികമായിട്ട് നമുക്കറിയില്ല. റിക്രിയേഷണൽ യൂസ് വളരെ ഹൈ ആണ് എന്നുള്ളത് നമുക്കറിയാം. എല്ലാ സ്റ്റഡിയിലും അത് തന്നെയാണ് കാണിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെയധികം ആൾക്കാർ ഉണ്ടെന്ന് തന്നെ പറയും. അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെയാണല്ലോ സർവേകളുടെ രീതി. അപ്പോഴൊന്നും ജീവിതത്തിനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഫാക്ടർ വരുന്നില്ല. ആ ലെവലെത്തുമ്പോഴാണ് പിന്നെ ഇതൊരു വലിയൊരു സാമൂഹിക വിപത്തായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഡീക്രിമിനലൈസേഷൻ കൊണ്ട് ഈ സീരിയസ് പ്രശ്നങ്ങൾ കൂടുന്നില്ല എന്നുള്ള ഒരു അതെ ഡാറ്റ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ കുറേ വശങ്ങൾ ക്രിമിനാലിറ്റി പോയി. അപ്പോൾ പിന്നെ ക്രിമിനൽ സംഘങ്ങൾക്ക് ഇത് വിൽക്കാനുള്ള ഒരു താല്പര്യമില്ലല്ലോ, ഇത് കടയിൽ നിന്ന് കിട്ടുമെങ്കിലും. ഓക്കെ. ഇപ്പോൾ ആൽക്കഹോൾ പ്രൊഹിബിഷൻ ഇല്ലാത്ത സ്ഥലത്ത് ആർക്കും ഇത് വാറ്റി വിൽക്കാൻ വലിയൊരു താല്പര്യമില്ല. പണ്ടത്തെ നോക്കും. പ്രൊഹിബിഷനുള്ള സംസ്ഥാനങ്ങളിൽ ബീഹാറിലും ഗുജറാത്തിലുമൊക്കെ കുടിൽ വ്യവസായം പോലെ കിട്ടുന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതെ, ധാരാളം അവൈലബിൾ ആണ്. സ്മഗിൾ ചെയ്തിട്ടും ലോക്കലി ഉണ്ടാക്കിയിട്ടും ഒക്കെ. അതിനകത്ത് സുരക്ഷയുടെ പ്രശ്നവും വരും. തീർച്ചയായിട്ടും ഡ്രഗ്സിൻ്റെ കാര്യത്തിലും ഈ സുരക്ഷയുടെ ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം ഇത് കംപ്ലീറ്റ്ലി അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് ഈ കിട്ടുന്ന പൊതിയിൽ എന്താണെന്നുള്ളതിന് യാതൊരു ധാരണയില്ല. ഇപ്പോൾ ഈ റേവ് പാർട്ടികളൊക്കെ കഴിഞ്ഞിട്ടുള്ള മരണങ്ങൾ ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടല്ലോ. അപ്പർ മിഡിൽ ക്ലാസ് പിള്ളേർ ഒക്കെ ഈ മ്യൂസിക് ഫെസ്റ്റിവലിന് പോയി എന്തൊക്കെയോ കഴിച്ചു, ഡീഹൈഡ്രേഷനായി മരിച്ചു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ടല്ലോ. അവിടെ നിന്ന് നമുക്ക് കൃത്യമായിട്ട് എന്താണ് ഇവർ കഴിച്ചതെന്നുള്ളത് അറിയില്ല.
MDMA എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന സാധനം MDMA ആണോ എന്നൊന്നും ആർക്കും ഉറപ്പില്ല. ഓക്കെ. അപ്പോൾ ആ ഒരു വേറൊരു സോഷ്യൽ ക്ലാസ്സിലുള്ളത് ഇങ്ങനെ എക്സ്പെരിമെൻറ്റേഷൻ, കോളേജിൽ കൾച്ചറിൻ്റെ ഭാഗം, ഒരു ഹൈ സൊസൈറ്റി കൾച്ചറിൻ്റെ ഭാഗം ഒക്കെ ആയിട്ടുള്ള യൂസ് ധാരാളം ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ. പക്ഷെ അതിൽ എത്ര പേര് സീരിയസ് അഡിക്ഷനിലേക്ക് പോകുന്നു എന്നുള്ളത് ക്ലിയർ അല്ല. അപ്പോൾ സീരിയസ് അഡിക്ഷനിൽ എത്തിയ ആൾക്കാർക്ക് വേണ്ടുന്ന റീഹാബിലിറ്റേഷനാണ് ശരിക്കും നമുക്ക് വേണ്ടത്. ഓക്കെ. റിക്രിയേഷണൽ യൂസ് കൊണ്ട് അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. അത് പിന്നെ ആൽക്കഹോൾ ആണെങ്കിലും കാനബിസ് ആണെങ്കിലും കൂടുതൽ സബ്സ്റ്റൻസസ്. അപ്പോൾ ഈ സിവിയർ എൻഡിനുള്ള എന്ത് പ്രോഗ്രാംസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ അവയർനെസ് ക്യാമ്പയിൻ എന്നൊക്കെ പറയുന്നതിലൊന്നും എനിക്കൊരു വലിയൊരു കാര്യമുള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം ആർക്കാ അറിയാത്തത്? ഓക്കെ. ഈ തേടി പോകുന്നതല്ലേ, തേടി പോകുന്ന ഇൻഡിവിജ്വൽ സൈക്കോളജിക്കൽ ആസ്പെക്ട്സും ഫാമിലി ആസ്പെക്ട്സും ഒക്കെ നമുക്കറിയാം. അതിൻ്റെ സോഷ്യൽ ആസ്പെക്ട്സ് അറിയാം. നേരത്തെ പറഞ്ഞ മാതിരി തൊഴിലില്ലായ്മയും ജീവിതത്തിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള റോളില്ലായ്മയും പിന്നെ അതിൻ്റെ ഫൈനാൻഷ്യൽ ഇക്കണോമിക് ആസ്പെക്റ്റും ഒക്കെ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മാതിരി ഇൻഡിവിജ്വൽ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളും ഫാമിലിയിലെ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷനിലും ഒക്കെയാണല്ലോ. അതെല്ലാം നമുക്ക് ടാക്കിൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓരോരുത്തരെയും ഇത് ഏത് ഫാമിലിയിൽ ആരാണ് ഇതാവാൻ പോകുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ചെയ്യാവുന്നത് ഈ അവൈലബിലിറ്റി കഴിയുന്നത്ര കുറയ്ക്കാൻ ശ്രമിക്കുക, ലോവർ പൊട്ടൻസിയുള്ള സാധനങ്ങൾ ഡീക്രിമിനലൈസ് ചെയ്യുക. അതിനൊക്കെ ഇത് നമ്മൾ പൊളിറ്റിക്കലി ഇതൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആവുന്നുള്ളത് വേറെ. കാരണം ഇതിന്റെ ന്യൂവാൻസസ് അറിഞ്ഞിട്ടല്ലല്ലോ ആൾക്കാർ സ്റ്റാൻഡ് എടുക്കുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ആ സിവിയർ എൻഡ് ഓഫ് ദ സ്പെക്ട്രം ഉള്ള ആൾക്കാർക്ക് വൈഡ് സ്പ്രെഡ് ആയിട്ട് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് എന്താ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. അവിടെ ഒരു 3 ആഴ്ചത്തെ ഒരു ചികിത്സയാണ് സാധാരണ നടക്കുന്നത്. കിടത്തി ചികിത്സ തുടരുന്നൊരു പരിപാടി തന്നെ ആയിരിക്കണം. അത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിരിക്കണം. അത് നിങ്ങൾ നിർത്തണം എന്ന് പറയുകയല്ല വേണ്ടത്. അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം ഫാക്ടേഴ്സ് ആണോ ഇതിലേക്ക് നയിക്കുന്നത്, അതിനെയാണ് റൂട്ട് കോസിനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഈ നമ്മളുടെ ഒരു അനുഭവത്തിൽ, ഡോക്ടറുടെ ഒക്കെ ഒരു അനുഭവത്തിൽ, ഇപ്പോൾ കുട്ടികൾ, നമ്മുടെ കൺസേൺ പലപ്പോഴും കുട്ടികളുടെ മേലെയാണല്ലോ കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ജീവിത സാഹചര്യങ്ങളാണെന്ന് നമ്മളൊരു ബ്രോഡർ ലൈനിൽ പറയും. എന്തൊക്കെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം? ഇപ്പോൾ വെറുതെ പരീക്ഷണത്തിന് ചെയ്തു നോക്കാനുള്ള ഒരു കൗതുകമാണോ, ഭയങ്കര ഉള്ളിലേക്ക് പോകുന്ന മാനസിക പ്രശ്നങ്ങൾ കൊണ്ടാണോ, ഒരിക്കലോ 2 തവണയോ ഇത് ഉപയോഗിച്ച് പിന്നെ അതിനകത്ത് പെട്ടുപോകുന്നതാണോ, എന്താണ് ആക്ച്വലി ഇവർക്ക്? പിന്നെ പണം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അവൈലബിൾ അല്ല കുട്ടികൾക്ക്. അപ്പോൾ ഇവരിതെങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല, ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ഡ്രഗ് മാഫിയ എന്നൊക്കെ പറയുന്ന ഈ കച്ചവടക്കാര് കുട്ടികളെ സ്കൂളുകൾക്ക് ചുറ്റും കോളേജുകൾക്ക് ചുറ്റും, ഇവർക്ക് പൈസ ഇല്ലാത്ത കുട്ടികളെ എങ്ങനെയാണ് ഇവരുടെ ടാർഗറ്റായി മാറുന്നത്? അതിന്റെ ഒരു മാനസിക തലം എന്താണ്? അല്ല, അതിലെ ക്രിമിനൽ ഭാഗം വളരെ വ്യക്തമാണല്ലോ. ക്രിമിനൽ അത് ഏതെല്ലാം എളുപ്പ വഴിയിൽ കൂടെ ഇതിന്റെ സ്പ്രെഡ് കൂട്ടാൻ നോക്കുക. അപ്പോൾ നമ്മൾ സ്ഥിരം കേൾക്കുന്ന കഥകളുണ്ടല്ലോ, ആദ്യത്തേതൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്ത് പിന്നെ അതിലൊരു ഡിപ്പെൻഡൻസ് ആകുമ്പോൾ ഇവരെ കൊണ്ട് പൈസ വീട്ടിൽ നിന്ന് ചോദിപ്പിക്കും, അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് ഉപയോഗിക്കും. അപ്പോൾ ആ ക്രിമിനൽ ആക്ടിവിറ്റീസിൻ്റെ ഇത് അവരുടെ റീസണിങ് വളരെ ക്ലിയർ ആണ്. എന്തുകൊണ്ട് ഒരു വിഭാഗം ആൾക്കാർ ഇതിന് അഡിക്റ്റഡ് ആവും എന്നുള്ളതാണല്ലോ ബേസിക്. അപ്പോൾ അതിൽ ഈ നേരത്തെ പറഞ്ഞതൊക്കെ ഉണ്ട്. എൻ്റെ ഒരു കണക്കുകൾ വെച്ചിട്ടോ ശാസ്ത്രീയമായിട്ടല്ല, പക്ഷെ എനിക്ക് എൻ്റെ ഒരു അനക്ഡോട്ടൽ എക്സ്പീരിയൻസ് ഈ അഡിക്റ്റഡ് ആവുന്നതിനെക്കാട്ടും എത്രയോ അധികം ആൾക്കാർ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കൗതുകം എല്ലാവരും ചെയ്യുന്നു, ഞാൻ ഗ്രൂപ്പിന്റെ ഒരു പ്രഷർ. അവിടെയാണ് ബ്രെയിനും ഒക്കെ വരുന്നത്. ഇപ്പോൾ തീരെ ആൽക്കഹോൾ കഴിക്കാൻ പറ്റാത്ത നിറയെ ആൾക്കാരുണ്ട്, എൻ്റെ സുഹൃത്തുക്കളടക്കം. അവർക്ക് their system does not make them enjoy alcohol. ശരീരം ഇഷ്ടപ്പെടുന്നില്ല. അവൈലബിലിറ്റി ഇല്ലാഞ്ഞിട്ട് വേറെ ഒന്നുമല്ല. പക്ഷെ അവരൊരു ഡ്രിങ്ക് കഴിച്ചാലായി, അല്ലെങ്കിൽ തീരെ വേണ്ട എന്ന് പറയുന്നു. അപ്പം അതിനൊരു അതിൽ കുറേ തിയറീസ് ഉണ്ട് കേട്ടോ. എന്തുകൊണ്ട് ചിലർ അടിമപ്പെടുന്നു എന്നുള്ളതിന് ന്യൂറോ കെമിക്കലൊക്കെ വെച്ച് ട്രാൻസ്മിറ്റേഴ്സൊക്കെ വെച്ചിട്ടുള്ള തിയറികളുണ്ട്. അതായത് സം പീപ്പിൾ ആർ ബയോളജിക്കലി വൾണറബിൾ ടു ബിക്കം അഡിക്റ്റഡ്. അതുണ്ട്, ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട്.
ഓക്കെ. അപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഇതിൽ നമ്മുടെ സമൂഹത്തിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രൊപ്പോർഷൻ എത്രയാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ കെയർഫുള്ളായിട്ട് പറഞ്ഞത്. ഓക്കെ. ഫിഗേഴ്സ് വെച്ചിട്ടല്ല, അനുഭവം കൊണ്ട് ഈ എക്സ്പെരിമെൻറ്റേഷൻ ഇസ് മച്ച് മോർ ദാൻ ആക്ച്വൽ അഡിക്ഷൻ. ഓക്കെ. പിന്നെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ഇപ്പം നോർത്ത് ഈസ്റ്റിലത്തെ അഡിക്ഷൻ പാറ്റേണും കേരളത്തിലെ അഡിക്ഷൻ പാറ്റേണും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അവിടെ അവൈലബിലിറ്റി അവിടെ കൂടുതലാണ്. ഹാർഡർ ഡ്രഗ്സും ഇഞ്ചക്റ്റബിൾ ഡ്രഗ്സും ഒക്കെ അക്രോസ് ദ ബോർഡർ വന്നിട്ടും ഒക്കെ ആയിട്ട് ചിലപ്പോൾ അത് സ്പ്രെഡ് ചെയ്യുമായിരിക്കും, കുട്ടികൾ ഉൾപ്പെടെ. അപ്പോൾ അവിടെ വേണ്ട സ്ട്രാറ്റജീസ് വിൽ ബി ഡിഫറെൻറ്റ്. ഇപ്പോൾ ഈ ഇൻട്രാവീനസ് ഡ്രഗ് യൂസ് കൂടുതലുള്ള രാജ്യങ്ങളിലൊക്കെ അവർ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് സിറിഞ്ചും ക്ലീൻ ആയിട്ടുള്ള സിറിഞ്ചും നീഡിൽസും എന്താ പറയുക കൺട്രോൾഡ് ആയിട്ടുള്ള മെഡിസിൻസും ഗവൺമെൻറ് തന്നെ കൊടുക്കുകയാണ്. നിങ്ങൾ കുത്തിവെച്ചോളൂ, ഹാം റിഡക്ഷൻ. അപ്പോൾ ഒന്ന് ഈ സിറിഞ്ചിൻ്റെയും നീഡിൽസും കൊണ്ട് വ്യാപിക്കുന്ന HIV മാതിരത്തെ അത് കുറയ്ക്കാൻ പറ്റും. രണ്ട്, ഇത് ഡീക്രിമിനലൈസ്ഡ് ആകും. സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വന്ന് ദേ ക്യാൻ ടേക്ക് ദെയർ ഇഞ്ചക്ഷൻ. അതും കൺട്രോൾഡ് ആണ്. ഹെറോയിൻ ആണെങ്കിൽ അതൊക്കെ. പക്ഷെ അങ്ങനത്തെ ഇനീഷ്യേറ്റീവ്സ് ഒക്കെ കുറവാണ്. അത് നമുക്കിവിടെ കാര്യമില്ല, കാരണം ഇവിടെ ഇൻട്രാവീനസ് ഡ്രഗ് യൂസ് അല്ല നമ്മുടെ മെയിൻ പ്രശ്നം. നമ്മളുടെ പാറ്റേൺ എന്താണ്? പാറ്റേൺ ക്ലിയർ അല്ല. കാരണം ഇപ്പോൾ നമ്മൾ MDMA എന്ന് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും എന്തൊക്കെയാണ് കൃത്യമായിട്ട് നമ്മുടെ വിപണിയിലുള്ളത് എന്നുള്ളത്, MDMA എന്തായാലും ശരിക്കുള്ള ഒറിജിനൽ MDMA ഉണ്ടാകും. ബാക്കി എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കാരണം ഇതിനൊക്കെ പലതിനും സ്ട്രീറ്റ് നെയിംസും ആണല്ലോ. അപ്പം ഇപ്പോൾ കംപ്ലീറ്റ് ഫോക്കസ് കാനബിസ്, പണ്ട് തൊട്ടേയുള്ള കഞ്ചാവും പിന്നെ ഇപ്പോൾ MDMA എന്ന് പറയുന്നതും ആണ്. ബാക്കിയൊന്നും വൈഡ് സ്പ്രെഡായിട്ട് നമ്മുടെ കേരളത്തിൽ ഉള്ളതായിട്ട് അറിയുന്നില്ല. ഞാനത് അതിൻ്റെ ഒരു എന്താ പറയുക ഫോറൻസിക് അല്ലെങ്കിൽ പോലീസിൻ്റെ എനിക്കറിയില്ല അവരുടെ കാഴ്ചപ്പാട് എന്താണ്, അത് ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ ഒന്നും അറിയില്ല. പക്ഷെ പൊതുവേ നമ്മുടെ ഇപ്പോഴും വലിയ പ്രശ്നം ആൽക്കഹോളും കാനബിസും പിന്നെ ഇപ്പോൾ ചെറുപ്പക്കാരുടെ ഇടയിൽ MDMA. ഇപ്പം നമ്മുടെ ഒരു അനുഭവത്തിലേ ഇപ്പം MDMA തന്നെ നമുക്ക് എടുക്കാം. ഇപ്പോൾ എൻ്റെ പരിചയത്തിലുള്ളൊരു കുട്ടിയുടെ കഥ എന്ന് വെച്ചാൽ സ്കൂളിൻ്റെ അടുത്ത് നിന്ന് 2 തവണയോ മറ്റോ ഫ്രീ ആയിട്ട് കിട്ടിയ മിഠായി പോലത്തെ ഒരു സാധനം കഴിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അത് അഡിക്ഷനിലേക്ക് പോയി. അതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഭയങ്കര മോശം അവസ്ഥയാണ്. ഒരു 5-8 വർഷം ആയി അതിന്ന് റിക്കവർ ചെയ്യാനേ പറ്റിയിട്ടില്ല. അപ്പോൾ എത്രത്തോളം ആദ്യം ഉപയോഗിച്ച് അഡിക്ഷനിലേക്ക് പോകുന്ന ആ പീരീഡ് MDMA സംബന്ധിച്ച് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിന്തറ്റിക് ഡ്രഗിനെ സംബന്ധിച്ചുണ്ട് ഫാസ്റ്റർ ആണെന്നാണ് പറയുന്നത്. ഈ അഡിക്ഷനിലേക്കുള്ള പാത കൂടുതൽ ഫാസ്റ്റർ ആണെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഈ ഓരോ ഇൻഡിവിജ്വൽ കഥകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിന് ഒന്നാമത് കഥ ആയി വരും നമ്മുടെ അടുത്ത് എത്തുമ്പോഴേക്കും. ഇതിൽ ഈ മിഠായിൽ എന്തായിരുന്നു MDMA മിഠായി ആയിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല, സംശയമാണ്, നമുക്കറിയില്ല. അപ്പൊ അങ്ങനത്തെ ഇൻഡിവിജ്വൽ കേസസ് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ നമുക്ക് ശാസ്ത്രീയമായിട്ട് ഇതിൽ പഠനങ്ങൾ വേണമെന്ന് പറയാം. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇറ്റ് ഹാസ് ടു ബി എ മിക്സ്ചർ. ഈ സോഴ്സ് റെഡ്യൂസ് ചെയ്യലും ഈ 2-3 തവണയൊക്കെ ഇതിലേക്ക് പോയി കഴിഞ്ഞാലേ ഇത് കിട്ടാൻ അത്രയും ഫാസ്റ്റർ ആണോ ഇതിന്റെ ഉപയോഗം? അല്ല, കുറച്ച് പ്രാവശ്യമൊക്കെ ഉപയോഗിച്ച് വന്നാലാണ് ഉണ്ടാവുള്ളൂ. അതെല്ലാം ഈ അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഈ അനക്ഡോട്ടൽ അല്ലെങ്കിൽ പിന്നെ അനുഭവസ്ഥര് സത്യസന്ധമായിട്ട്, പക്ഷെ അവർക്കും അറിയില്ലല്ലോ അവരെന്താ കഴിക്കുന്നതെന്നുള്ളത്. അങ്ങനത്തെ അനുഭവങ്ങളുണ്ടോ? അതായത് അറിയാണ്ടാണോ കുട്ടികളൊക്കെ ഇതിനകത്തേക്ക് കുറെയൊക്കെ പെടുന്നത്? അറിയാതെ എന്ന് വെച്ചാൽ എന്താണെന്ന് ഉള്ളതനുസരിച്ചിരിക്കും. ഇതിൻ്റെ ഈ ഞാനൊരു അഡിക്റ്റ് ആകുമെന്ന് ആരും വിചാരിക്കുന്നില്ല. ആ ഒരു ത്രില്ലിൽ അങ്ങനെ പോകുന്നു. പിന്നീട് ക്രമേണ ഇറ്റ് ഈസ് ടേക്കിംഗ് കൺട്രോൾ ഓഫ് ദെയർ ലൈഫ്സ്. അപ്പോൾ ഈ അറിവ് എന്നുള്ളത് എന്താണെന്നുള്ളത് ഒരു ഇതെല്ലാവർക്കും അറിയാം, ഇത് അഡിക്റ്റീവ് ആണ് എന്നുള്ളത്. പക്ഷെ ആ ഒരു എക്സ്പെരിമെൻറ്റേഷൻ്റെ ത്രില്ലുണ്ടല്ലോ പിയർ ഗ്രൂപ്പും ആയിട്ട്. ഹാർഡ്ലി എനിവൺ വിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വേറെ ആരുടെ ഇൻഫ്ലുവൻസ് ഇല്ലാണ്ട് ഇതിലേക്ക് കടക്കില്ല. അപ്പോൾ ആ ഒരു സോഷ്യൽ സിറ്റുവേഷൻ കലാലയങ്ങളിലും ഒക്കെ ഉള്ളതാണ് ഒരു പ്രശ്നം.
ഈ മദ്യ ഉപയോഗം ഇത്തരത്തില് ഇതിലേക്ക് നയിക്കുന്നുണ്ടോ? അതായത് പിന്നീട് ഇതൊരു തുടക്കം കാണുകയും പിന്നീട് ഈ സിന്തറ്റിക് ഡ്രഗിലേക്കുള്ള ഒരു കവാടമായിട്ട് മാറുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞിരുന്നു പണ്ട്, പക്ഷെ അതിന് വലിയ തെളിവില്ല. ഓക്കെ. മദ്യപാനികള് അത് എളുപ്പമായിട്ട്, കാരണം ലീഗലൈസ്ഡ് ആണല്ലോ. ഓക്കെ. അപ്പോൾ പിന്നെ ഈ മറ്റ് ആസ്പെക്ട്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഇപ്പോൾ പെൺകുട്ടികളുടെ ഇടയിൽ മദ്യപാനം കൂടുന്നു, അതൊക്കെ ഈ ത്രിൽ സീക്കിങ്ങിൻ്റെ ആണ്, അവൈലബിളുമാണ്. അതെല്ലാം സോഷ്യൽ യൂസ് എന്നുള്ള അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റേഷൻ എന്നുള്ള ലെവലിൽ കാണണം നമ്മൾ. അത് വല്ലാതെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. അതൊരു റൈറ്റ് ഓഫ് പാസേജ് ഹോസ്റ്റലിൽ രസത്തിന്. ഈ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്ന ആളുകളുടെ ക്ലാസ്സിലുള്ള ഡിഫറൻസ് എന്താ? അത് കൂടുതൽ അഫോർഡബിൾ ആയിട്ടുള്ളതും കൂടുതൽ ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, സ്റ്റുഡൻസ്, കോളേജ് സ്റ്റുഡൻസ്, യങ് പ്രൊഫഷണൽസ്, അങ്ങനത്തെ ഒരു ക്ലാസ്സിൽ തന്നെയാണ് ഇതിൻ്റെ ഉപയോഗം. അതെ അതെ അതെ. മറ്റുള്ളവർക്ക് ഇത് അഫോർഡബിൾ അല്ലാത്തത് കൊണ്ടും അഫോർഡബിളും പിന്നെ ഈ പാത്വേ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓക്കെ. കാരണം ഇതിലൊരു ഈ സപ്ലൈ എല്ലാത്തിനും അതിനൊരു യു നീഡ് എ സോഷ്യൽ കണക്ഷൻസ്. ഇത് ഫോൺ ചെയ്താൽ കിട്ടണമെങ്കിൽ അമാതിരി കണക്ഷനും ഒക്കെ വേണം, കാശും. അതെ. പെൺകുട്ടികളുടെ ഇടയിലുള്ള ഈ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗം അതിന്റെ ഒരു ഡാറ്റയോ അല്ലെങ്കിൽ ഡാറ്റ ആയിട്ട് ഇല്ല. ഓക്കെ. ആകെ ഉള്ളത് നമ്മളിങ്ങനെ ഓരോ സർക്കംസ്റ്റൻസസ് കഥകൾ കേൾക്കുമ്പോൾ, ഇപ്പോൾ കോഴിക്കോട്ട് തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപേക്കെ ഉള്ള ഭയങ്കര സ്റ്റോറീസൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് കേൾക്കുമ്പോൾ നമ്മൾ അനുമാനിക്കുകയാണ് ഇതൊരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് ആണ്, കൂടുതൽ കുട്ടികൾ ഇതേമാതിരി ഉണ്ടാകും എന്നുള്ളത്. ഈ വൺസ് ഈ സിന്തറ്റിക് ഡ്രഗിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ പിന്നീട് അവരുടെ ലൈഫിൽ എന്താ സംഭവിക്കണേ? ജനറലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഈ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്തിനാണോ അഡിക്റ്റഡ് ആയിട്ടുള്ളത് അതിൽ നിന്ന് വിത്ഡ്രോ ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ആൽക്കഹോൾ ആണെങ്കിൽ ഈ ബെൻസോഡാസെപ്പിൻ മാതിരത്തെ ടാബ്ലറ്റ്സ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവരുടെ ആ വിത്ഡ്രോവലിനെ സ്മൂത്ത് ആക്കുക ആണ്. പല ഡ്രഗ്സിനും അത്ര ഈ വിത്ഡ്രോവൽ അത്ര വലിയ ഇഷ്യൂ അല്ല. പിന്നെ ഉള്ളത് ഈ മോർഫിൻ ഡെറിവേറ്റീവ്സ്, ഹെറോയിൻ, അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ സേഫായിട്ടുള്ള മറുമരുന്നുകൾ ഉണ്ട്. ഇപ്പോൾ ആൽക്കഹോളൊക്കെ ആണെങ്കിൽ നമ്മൾ ഡീടോക്സിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും തുടർന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ആൻറ്റി ക്രേവിങ് മരുന്നുകളുണ്ട്. അതിപ്പോൾ അടുത്ത കാലത്ത് കുറേ കൂടെ പോപ്പുലർ ആയിട്ടുണ്ട്. ക്രേവിങ് കുറയ്ക്കുമെന്നാണ് പറയുന്നത്. അത്രത്തോളം ഇഫക്റ്റീവ് ആണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ ഹെറോയിൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ഹെറോയിൻ്റെ ഹാംഫുൾ ഇഫക്ട്സ് ഉണ്ടാവില്ല, പക്ഷെ ആ അഡിക്ഷൻ നീഡ് മീറ്റ് ചെയ്യുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഈ ക്രേവിങ് കുറയ്ക്കാനുള്ള മരുന്നുകൾ, ഇതാണ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആയിട്ടുള്ളത്. അത് വിജയശതമാനം കൂടുതലാണോ? അതിൽ ആ ട്രീറ്റ്മെന്റ് റെജിമിൽ നിൽക്കുകയാണെങ്കിൽ നല്ല ഇത് തന്നെയായിരിക്കും. പക്ഷെ ഈ അതിനെ ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യം എന്താ? അത് ആ ഉള്ളിലുള്ള ഏതെല്ലാം സാഹചര്യങ്ങളാണോ ഇതിലേക്ക് എത്തിച്ച് അത് പുറത്ത് തുടരുകയാണല്ലോ. പുറത്തും വീട്ടിലാണെങ്കിൽ വീട്ടിലും തുടരുകയാണല്ലോ. പിന്നെ ഇതൊക്കെ ആവുമ്പോഴേക്കും ഇതൊരു സോഷ്യൽ ഒരു സോഷ്യൽ ഗ്രൂപ്പായിട്ടുണ്ടോ. അപ്പം അതിൽ നിന്ന് ഒരാൾ മാത്രം പുറത്ത് കിടക്കാൻ ബുദ്ധിമുട്ടാണ്. ബാക്കി എല്ലാവരും അതിനകത്ത് തന്നെ ആകുമ്പോൾ ആൽക്കഹോൾ ആണെങ്കിലും അതെ, ഒരാൾ മദ്യപാനം നിർത്തി എന്ന് പറഞ്ഞിട്ട് അതേ സോഷ്യൽ ഗ്രൂപ്പിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും പറയുമല്ലോ, ഒന്ന് കഴിച്ചോ, അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങും. അപ്പം അങ്ങനത്തെ നമ്മളിതിനെ കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിലും മനസ്സിലാക്കണം. പക്ഷെ ഒരു സിംഗിൾ ഒരു ടേക്ക് ഹോം പോയിന്റ് ഇതാണ്, റീഹാബിലിറ്റേഷനുള്ള അവസരങ്ങൾ ഉണ്ടാകാതെ നമ്മൾ ഇത് വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അത് മൈക്രോ ലെവലിൽ തന്നെ ചെയ്യേണ്ടി വരും. വേണമല്ല, സോഷ്യൽ ലെവലിൽ ചെയ്യണ്ടേ. അപ്പോൾ അവിടെയാണ് നമുക്ക് കൃത്യമായിട്ട് ഇന്നൊരു മോഡൽ എന്ന് പറഞ്ഞിട്ട് നമുക്കത് ഉപയോഗിക്കാനില്ല. ലോകത്തെവിടെയും ഇല്ല ഒരു യൂണിഫോം മോഡൽ ഇല്ല. ഓരോ രാജ്യത്ത് അവിടുത്തെ ഡ്രഗ്സിൻ്റെയും അവിടുത്തെ റിസോഴ്സസിൻ്റെയും സാമൂഹിക സാഹചര്യത്തിൻ്റെയും അതെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് കെയർ
റീഹാബ് സെൻറ്റർ എന്നൊക്കെ നമ്മൾ ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ, അതിൻ്റെയൊക്കെ റോള് ചെറുതാണ്. ലിമിറ്റഡ് ആണ്. അത് കഴിഞ്ഞിട്ട് സമൂഹത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഡീൽ ചെയ്യുക, ഇപ്പൊ ഡോക്ടറെ പോലുള്ള ആളുകൾ ഡീൽ ചെയ്യുക പേഴ്സൺ ടു പേഴ്സൺ എന്നുള്ള രീതിയിൽ ഓരോ വ്യക്തികളെ തന്നെയാണല്ലോ ഡീൽ ചെയ്യുക. അപ്പൊ അതിന്റെ ഒരു സക്സസ് റേറ്റ് എന്നോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പുറത്തു വന്ന ആളുകൾ അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്? അങ്ങനത്തെ അതോ? അതിന് കുറേ സ്റ്റഡീസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു ലോങ് ടേം ആബ്സ്റ്റിനൻസ് റേറ്റ്സ് കുറവാണ് ഏത് അപ്രോച്ചിനാണെങ്കിലും. ഓക്കെ, അതിന് ഈ പറയുന്ന ലോങ് ടേം സംവിധാനം തന്നെ വേണം. അത് നമ്മൾ അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിചാരിച്ചിട്ടും കാര്യമില്ല, സ്റ്റേറ്റ് ലെവലിൽ തന്നെ. അതെ, അതിന് കമ്മ്യൂണിറ്റി ലെവലിലുള്ള സർക്കാർ സംവിധാനങ്ങളുടെ ഒരു വ്യാപനം തന്നെ റീഹാബിലിറ്റേഷനിൽ വേണം. അതെ, അതും സസ്റ്റൈനബിൾ ആയിട്ടുള്ള. അതിൽ ഈ ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം ഒന്നിച്ച് വരികയും കൂടെ വേണം. വീടുകളില് ഇപ്പൊ വിദ്യാഭ്യാസ നിലവാരമൊക്കെ മറ്റ് സ്റ്റേറ്റുകളെ വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ് കേരളത്തിലെന്നാണല്ലോ വിപ്പ്. അപ്പോൾ അത് വ്യത്യാസമുണ്ടോ ഇത് ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തില് ഒക്കെ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അവെയർ ആയിരിക്കുന്ന ആളുകളുടെ എണ്ണത്തില് ഈ രീതിയിൽ വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? കേരളത്തിൽ മറ്റ് സ്റ്റേറ്റ്സ് നോക്കുമ്പോൾ കൃത്യമായിട്ട് സ്റ്റഡീസ് ഇല്ല. ഓക്കെ, പൊതുവെ നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ്, ഇത് നേരത്തെ പറഞ്ഞ മാതിരി അവൈലബിലിറ്റി, ഇക്കണോമിക് ഫാക്ടേഴ്സ് ഒക്കെ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഫാമിലീസിൽ അല്ലെങ്കിൽ സോഷ്യൽ ക്ലാസ്സിലാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. നമ്മൾ ഈ കുട്ടികളെ ഭയപ്പെടുത്തിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും, അതുകൊണ്ട് ചെയ്യരുത് എന്നൊക്കെ നമ്മൾ നാച്ചുറലി പറഞ്ഞു പോകുമല്ലോ. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. സിഗരറ്റ് സ്മോക്കിംഗ് ആണെങ്കിലും ഹെൽമെറ്റ് ധരിക്കലാണെങ്കിലും ഒക്കെ അവർക്ക് തോന്നണം. പേടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. ഇല്ല, കുട്ടികൾ പോയിട്ട് അഡൾട്ട്സ് വരെ നമ്മുടെ നാട്ടിലെ മരണങ്ങൾ, റോഡ് ആക്സിഡന്റ് മരണങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും അധികം മരിക്കുന്നത് 2 വീലേഴ്സ് ആണല്ലോ. അതിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതുവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനോ പേടിപ്പിച്ചിട്ടോ കാര്യമില്ല. എല്ലാത്തിലും ഇതാണ് ഈ പബ്ലിക് കമ്മ്യൂണിറ്റി ലെവലിലുള്ള മാറ്റങ്ങളാണ് ഇൻഡിവിജ്വൽ ലെവലിലുള്ള മാറ്റങ്ങളായിട്ട് പ്രതിഫലിക്കൂ. പിന്നൊന്നും പറയാറില്ലേ, നമ്മൾ മാതൃകയാവാതെ മുതിർന്നവര് ഇതെല്ലാം ചെയ്യുകയും ഒരു മൂല്യബോധമില്ലാതെ പെരുമാറുകയും വയലൻസിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സമൂഹത്തില് നമ്മൾ കുട്ടികൾ മാത്രം ഗംഭീരരാവണം എന്ന് പറയുന്നതിനകത്ത് അർത്ഥമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കപ്പെടാറുണ്ട്. ഒരിക്കലും ഇല്ല. പക്ഷെ ഇതില് ഈ പിയർ പ്രഷർ വലിയൊരു കാര്യമാണ്. അത് നമുക്ക് കുട്ടികളുടെ ആ ലോകം അറിയില്ല. മിക്ക പാരൻസിനും ഈ കുട്ടികൾ വിഹരിക്കുന്ന ലോകം തികച്ചും അജ്ഞതയാണ്. അവിടെ എന്താ നടക്കുന്നത് നമുക്കറിയില്ല. അവിടെയാണ് ഈ ഇനീഷ്യേഷൻ നടക്കുന്നത്. അതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മളെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങളും മാതാപിതാക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷെ ആ ഒരു സ്റ്റെപ്പ് സാധാരണ എപ്പോഴും അങ്ങനെയല്ലേ ആൾക്കാർ പറയാം, ഞാനൊരിക്കലും വിചാരിച്ചില്ല എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ഇങ്ങനെ ചെയ്യും, ഞങ്ങൾ അറിഞ്ഞേയില്ല വർഷങ്ങളോളം.